ഗായ്സ്, അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പുറത്തു പോവാണ് ഗായ്സ്. അല്ല ഇനി ബേബി അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ പോവാണ് ഗായ്സ്. ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കയറണം. അപ്പോൾ ഗൈസ്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് അഫോർഡബിൾ പ്രൈസിന് നല്ല ഭംഗിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാട്ടോ. അപ്പോൾ ഇത് വരുന്നത് ബ്ലൂ കളറിൽ വൈറ്റ് ഫ്ലവർ പ്രിന്റ് വരുന്ന അടിപൊളി ടോപ്പാട്ടോ. ബാക്ക് സൈഡിൽ ഇതുപോലെ വള്ളിയൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡ് നെക്ക് സ്ക്വയർ ആണ്, പിന്നെ ഫ്രണ്ട് നെക്ക് വി ആണ് വരുന്നത്. കുറേ നാൾ മുന്നേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അങ്ങനെ മേനോട് എന്നത്തെ കലാപരിപാടി പോലെ മേന സ്ട്രൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മൾ താഴെ എത്തി ഗൈസ്. ഹലോ സാർ സ്നേഹനും അല്ലേ? ഞാൻ നീലക്കടുവാ. അങ്ങനെ കുറച്ച് മാനുവിനെ ഞാൻ വെറുപ്പിച്ചായിരുന്നു. ഇതിന് ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് മാനു ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാറിൽ കയറിയപ്പോൾ മാനു എനിക്ക് സർപ്രൈസ് ആയിട്ട് ലേസും കുറച്ച് മിഠായി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാർ എടുത്ത് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്കാട്ടോ പോണത്. വേറെ ഒന്നല്ല, കുട്ടിക്ക് വിറ്റാമിൻ D3 ഉണ്ട്. 1 വയസ്സ് വരെ കൊടുക്കുന്നത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. പിന്നെ മാനു കാർ പാർക്ക് ചെയ്ത് വന്ന് കുട്ടീനെയും കൊണ്ട് അവിടെ പോയിട്ട് മീനൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ ചീട്ട് എടുത്തോണ്ട് പിന്നെ ഞാനും മാനും കുറച്ച് ഐ കോണ്ടാക്ട് ഒക്കെ ഇട്ടു. പിന്നെ മരുന്ന് വാങ്ങിക്കാനുള്ള ക്യൂ ആട്ടോ ഇത്. പക്ഷെ നമ്മൾ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു. അതിലൊരു കുട്ടി നമുക്ക് വേണ്ടി മരുന്നൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. താങ്ക് യു മോളെ. ഓൾറെഡി ഞാൻ ആ കുട്ടിക്ക് താങ്ക് യു പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്, മാനു ചപ്പാത്തി ആട്ടോ പറഞ്ഞത്. ഉറങ്ങിക്കൊണ്ടിരുന്ന ഇനി ബേബി ഫുഡ് വന്നപ്പോൾ തന്നെ എണീച്ചായിരുന്നു, സൗണ്ടൊക്കെ കേട്ടിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കുള്ള ചായ വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് മാനു ഒരു എക്സ്പ്ലനേഷൻ പറയേണ്ടത് അതെന്താണെന്ന് ഞാൻ മാനു ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മാനുവിനെ പറ്റിക്കുന്ന ഒരു പാട്ടായിട്ടൊക്കെ മാനു ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് കണ്ടോക്ക് കേട്ടോ. പിന്നെ മാനു സിം ഒന്ന് പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു മൊബൈൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. മാനുവിന് ഇങ്ങനെ പോർട്ട് ചെയ്ത് കളിക്കില്ല പണി. ഫസ്റ്റ് ജി ആയിരുന്നു, പിന്നെ VIയിലേക്ക് മാറ്റി. ഇപ്പോൾ VIന്ന് പിന്നെയും ജിയോയിലേക്ക് മാറ്റാൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എയർടെല്ലിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ട് എയർടെല്ലിലേക്ക് മാറ്റാൻ നിൽക്കാട്ടോ. പിന്നെ ഞാനും കുട്ടിയും കൂടി അവിടെ കൊച്ചു സന്തോഷങ്ങളിലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു മാനോട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ അറിയാമല്ലോ, ഞാൻ ബാക്കിൽ നിന്ന് കളിയാക്കിക്കൊണ്ട് വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫുൾ വീഡിയോ മാനു ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സേഫ്. പിന്നെ മാനോട് കുറച്ച് ഇംഗ്ലീഷ് വേർഡാട്ടാ കേട്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചി നമ്മൾ ചെന്നപ്പോൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ചായ അടിച്ചോ എന്നൊക്കെ ചോദിക്കായിരുന്നു. കണ്ടപ്പോൾ എന്തോ പാവം പോലെ തോന്നിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ നമുക്ക് ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ആ ചേച്ചി എത്ര നേരം അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്തോ കണ്ടപ്പോൾ എന്തോ വിഷമം പോലെ തോന്നി. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഫ്ലീറ്റ് ടൈപ്പാണ് വരുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് അലാസ്റ്റിക് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.